Hi guys, this is Aja. Welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്ലമ്മിന്റെ ഈ 3 പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് കേട്ടോ. ആൻഡ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും കിട്ടും. പ്ലം കുറേ പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ് കേട്ടോ. അതും ഇന്ത്യൻ സ്കിൻ കെയർ ബ്രാൻഡാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 100% വീഗൻ പ്രോഡക്ട്സ് ആണ്. ക്രൂവാലിറ്റി ഫ്രീ പ്രോഡക്ട്സ് തന്നെയാണ്. പാരബൻസും ഹാർംഫുൾ കെമിക്കൽസും ഒന്നും യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലീൻ സ്കിൻ കെയർ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സ് ആണ് പ്ലമ്മിന്റേത്. പ്ലമ്മിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിനും തന്നെ ഇതുപോലത്തെ മിനി ട്രയൽ പാക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാനാണെങ്കിൽ ഇതുപോലത്തെ പാക്കേജിങ്ങിൽ തന്നെ വരുന്നത് വാങ്ങിച്ചാൽ മതി. ഫസ്റ്റ് വൺ വന്നിട്ട് മെൻസിനാണെങ്കിൽ പോലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പ്ലമ്മിന്റെ ലിപ് ബാം ആണ്. ഇത് ക്യാൻഡി മെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റിൽ വരുന്നതാണ്. ഇൻ ദ ഷെയ്ഡ് റെഡ് വെൽവെറ്റ്. ഒരു ഷെയ്ഡൊന്നും അല്ലാട്ടോ ഈ ഒരു വേരിയന്റിൽ വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 6 വേരിയന്റ് എങ്കിലും ഉണ്ടാവും ഡിഫറെന്റ് ഫ്ലേവേഴ്സിലും സെൻസിലും വരുന്നത്. അതെല്ലാം തന്നെ അടിപൊളിയാണ്. നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്, അതുപോലെ തന്നെ UV പ്രൊട്ടക്ഷനും ഉണ്ട്. ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്റ് മാത്രമേ ഉള്ളൂ. നല്ലൊരു തെറിച്ച കളറൊന്നും അല്ല. അപ്ലൈ ചെയ്യുന്നതിന് നല്ലൊരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസേഷൻ തന്നെ തരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഒരു കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ്. സിയ ബട്ടർ ആൻഡ് കൊക്കോ ബട്ടർ ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒരു നറിഷിംഗ്, ഒരു ഹെൽത്തി, ഒരു പ്ലമ്മിങ് ലുക്ക് ഉണ്ടാവും. ഒരു ക്വാളിറ്റി ഉള്ള ലിപ് ബാം തന്നെയാണ് കേട്ടോ. എങ്ങനെ പോയാലും ഒരു 4 to 5 hours എങ്ങനെയായാലും ഇത് ലാസ്റ്റ് ചെയ്യും. നിങ്ങളുടെ നല്ല ഡ്രൈ ലിപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ പോലും ബേസ് ആയിട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്താലും നല്ല ഹൈഡ്രേഷൻ തരും. അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്, എന്നാൽ പോലും നോൺ ഗ്രീസി ആണ്. ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഭയങ്കര ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ഫ്ലേവേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാരറ്റ് സീഡ് ഓയിൽ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നിങ്ങളുടെ നാച്ചുറൽ ലിപ്സ് തന്നെ ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 175 to 295 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിന്റെയും പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഫേസ് വാഷ് ആണ്. ഇത് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് സിംപ്ലി ബ്രൈറ്റ് ഫേസ് വാഷ് ആണ്. ഇതിന്റെ ഒരു pH വാല്യൂ നോക്കിയാലും സേഫ് ടു യൂസ് ആയിരിക്കും. ഒരു 150 മുതൽ നമുക്ക് മിനി പാക്കേജസും അതുപോലെ തന്നെ 250 to 350 ആ റേഞ്ചിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. പാക്കേജിങ് നോക്കുവാണെങ്കിൽ നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ജെൽ ബേസ്ഡ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഒരു ഫോമിംഗ് ഉണ്ടാവും. അതുപോലെ ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് റൈസ് വാട്ടർ ആണ് ഫോർ ബ്രൈറ്റനിങ് ആൻഡ് നയസിനമൈഡ് ഫോർ ഓയിൽ കൺട്രോൾ ആൻഡ് പിഗ്മെന്റേഷൻ. അതുപോലെ ക്ലെൻസിങ് ലെവൽ നോക്കുവാണെങ്കിൽ ഭയങ്കര ജെന്റിൽ ആയിട്ടൊരു ക്ലെൻസർ ആണ്. ഡേർട്ടും ഓയിലും ഒക്കെ നല്ല പോലെ റിമൂവ് ആവും. അതുപോലെ ആഫ്റ്റർ ഫേസ് വാഷിന്റെ ഒരു ഫീല് നോക്കുവാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു സോഫ്റ്റ്, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ മാച്ച് ആവും കേട്ടോ. അതുപോലെ നിങ്ങളുടെ അത്രയ്ക്കും ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടി വരും. ഇതിൽ 2% നയസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിന്റെ ഒരു ഫ്രാഗ്രൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഫ്രഷ് സ്മെല്ലാണ്. അങ്ങനെ ഡീപ്പ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഇതിനില്ല. ഓവറോൾ ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ആവും. നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ്. ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് തോന്നിക്കും. അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ നോട്ടീസബിൾ ആയിട്ട് കുറയ്ക്കാനും സാധിക്കും. എനിക്ക് ഈ ഒരു ഫേസ് വാഷിൽ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളൊരു ജെൽ ലൈക്ക് ടെക്സ്ചറാണ് വരുന്നത്. ഇതിന്റെ കൺസിസ്റ്റൻസി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സിമ്പിളിന്റെ ഫേസ് വാഷിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഫേസ് വാഷ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ദെൻ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് വന്നിട്ട് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ മിനി ട്രയൽ പാക്ക് 150 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഭയങ്കര ക്രീമി ആയിട്ടുള്ള, പക്ഷെ എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള
ഒരു കൺസിസ്റ്റൻസി ആണ്. ഇതിൽ 2% നൈസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രൈറ്റനിങ്ങിനും അതുപോലെ റൈസ് വാട്ടറിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്കിൻ സ്മൂത്തനിങ്ങിനും ഭയങ്കര പെർഫെക്റ്റ് ആണ്. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ മാച്ച് ആവും. പ്ലമ്മിന്റെ എല്ലാ പ്രൊഡക്ട്സും തന്നെ വേരിയസ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ജനറലി ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 399 എബവ് ആ ഒരു റേറ്റിൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് 4 hours വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ 3 times ബെറ്റർ ടാൻ റിഡക്ഷനും ആണ്. അതുപോലെ എപ്പോഴും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴും 2 finger റൂളിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൺസ്ക്രീനിന്റെ ഒരു പ്രൊട്ടക്ഷൻ വന്നിട്ട് ബ്രോഡ് സ്പെക്ട്രം ആണ്. അതുപോലെ തന്നെ SPF 50 PA4+ ആണ്. ആൻഡ് ഇതിന്റെ മെയിൻ ഒരു കാര്യം വൈറ്റ് കാസ്റ്റ് അത് തീരെയില്ല. ഭയങ്കര സെമി മാറ്റി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ്. സ്ലൈറ്റ് ആയിട്ടൊരു ഗ്ലോയും കൂടെ തരുന്നുണ്ട്. നോൺ സ്റ്റിക്കിയാണ്. എന്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് കറലി കോമ്പിനേഷൻ സ്കിന്നാണ്. സോ എനിക്കിത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നല്ല ക്യുക്കായിട്ട് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഇത് നല്ലപോലെ യൂസ് ആവും. നമ്മുടെ ഈ ഒരു കേരള ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ നമുക്ക് പറ്റിയ ഒരു സൺസ്ക്രീൻ തന്നെയാണ്. എത്ര സ്വെറ്റ് ആയാലും നമുക്ക് ചെറിയൊരു ഷൈനി ഫീൽ ഇതിനുണ്ടാവും. ഓവറോൾ പറയുകയാണെങ്കിൽ ഭയങ്കര മാനേജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നിങ്ങൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. നിങ്ങളുടെ എവറിഡേ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാനിങ് ഒക്കെ നല്ലപോലെ റെഡ്യൂസ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനും നമ്മുടെ ആക്ച്വൽ കളറിൽ നിന്ന് ചെറുതായിട്ട് ഡൾ ആവണ ഒരു ഫീൽ തോന്നും. ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അതുപോലെ ഡൾ ആക്കണ ഒരു ഫീൽ ഒട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. പിഗ്മെന്റേഷനും ടാനിങ്ങും ഏജിങ്ങും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യുന്നതിനും SPF 40 എങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സെയിം ആസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സൺസ്ക്രീനിന്റെ ഒക്കെ പാക്കേജിങ്ങിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു PA++, 2+ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അത് മിനിമം ഒരു 3+ വരെ എങ്കിലും ഉള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതെന്നൊക്കെ പറയണത് സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ ലെവൽസ് ആണ്. അപ്പൊ ഈ ഒരു സൺസ്ക്രീനിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇത് UVA ആൻഡ് UVB റേസിൽ നിന്നാണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. ഓവറോൾ പ്ലമ്മിന്റെ ഈ പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്ലം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാം കേട്ടോ.